guys, welcome back to Zahra's Art, Craft and Travel World. തായ്ലൻഡിലെ പട്ടായയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു മനോഹരമായ ബീച്ചാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് സ്പോട്ട് ആക്ടിവിറ്റീസ് ആണ്. വാട്ടർ ബേസ്ഡ് സ്പോട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ബനാന റൈഡ്, ജെറ്റ് സ്കീയിങ് അതുപോലെയുള്ളതാണ്. പിന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ് പോലെയുള്ള ഒന്ന് രണ്ട് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ചു പോന്നു. ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ച് ഈ ബീച്ചിൽ നിന്ന് പോയത്. നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി പട്ടായയിൽ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോഴുള്ളത് പട്ടായയിലെ വാറ്റ് ഫ്രാ കാവോ ടെമ്പിളിലാണ്. വലിയൊരു ബുദ്ധപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. താഴെ നിന്ന് ഈ ചെറിയ പടവുകൾ കയറി വേണം മുകളിലിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ അടുത്തേക്കെല്ലാം. നമുക്ക് അങ്ങോട്ട് പോവാം. തിളങ്ങുന്നതും അതിമനോഹരവുമായ സുവർണക്ഷേത്രങ്ങൾക്ക് തായ്ലൻഡ് വളരെ പ്രശസ്തമാണ്. അങ്ങനെ നമ്മൾ പടവുകൾ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതായാലും ബിഗ് ബുദ്ധ സ്റ്റാച്യു കാണാം. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ധാരാളം കരകൗശല വസ്തുക്കൾ, സൂവനീഴ്സ്, പിന്നെ ഭക്തിയുമായി ബന്ധപ്പെട്ട ധാരാളം വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുള്ളതായി കാണാൻ സാധിച്ചു. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. പട്ടായ നഗരത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും.
പട്ടായയിലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. സാധാരണയായി ജനങ്ങൾ ഇതുപോലെയുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ എത്താറുള്ളത് സന്ധ്യയ്ക്ക് ശേഷമാണ്. നമ്മളേതായാലും കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. പകലായതുകൊണ്ട് തന്നെ കാര്യമായ കാഴ്ചകൾക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അതിൽ നടന്നതിന് ശേഷം തിരികെ പോന്നു. ഇപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ സഫാരി വേൾഡിലാണ്. ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്കൊന്ന് പോകുന്ന വഴിക്കാണ് ഈ സഫാരി വേൾഡ്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പിനിടയിൽ സഫാരി വേൾഡിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഏതാണ്ട് 480 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പാർക്കാണിത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. മറൈൻ പാർക്കും ഉണ്ട്, സഫാരി പാർക്കും ഉണ്ട്. മറൈൻ പാർക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ മെയിനായിട്ടുള്ളത് സഫാരി പാർക്കിലാണ്. ഇവിടെ ധാരാളം മൃഗങ്ങളും പിന്നെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഷോകളുമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. നമുക്കപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം. ഈ കാണുന്ന ഏരിയ മക്കാവു പാരറ്റ്സിൻ്റെ ഏരിയയാണ്. പക്ഷികളിൽ തന്നെ വളരെ സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവർ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. ഇവിടെ പണം കൊടുത്ത് മക്കാവു ബേർഡ്സിൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളോട് എടുത്തൊരു ഫോട്ടോ. മക്കാവു പാരറ്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുന്നത് ഒരു അക്വേറിയമാണ്. ഇതിൽ മീൻ മാത്രമല്ല പലവിധ കടൽ ജീവികളെയും കാണാൻ പറ്റുന്നുണ്ട്. വളരെ വലിപ്പമുള്ള മീനുകളും ഇതിലുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഭാഗം. ഈ കാണുന്നത് ഒറങ്കൂട്ടൻ ഷോയാണ്. സഫാരി വേൾഡിലെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണിത്. ധാരാളം ആളുകൾ ഇത് കാണാനായി വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനർ ഒറങ്കൂട്ടന്മാരെ കൊണ്ട് ബോക്സിംഗ് ചെയ്യിപ്പിക്കുന്നതാണ്.โดนนิดโดนหน่อยไม่ได้นะฮะขอรับกรรมการตั้งไปคนนะครับเริ่มประจับตาโดนวิ่งไปซ้ายขวาซ้ายขวาไหลลงไปซ้ายขวาโดนวิ่งไปซ้ายขวาเลยอย่างไหลทิ้งไปแล้วที่เชื่อไปถึงเอโบที่ต่อลงไปเลยต้องเลยกรรมการต๊อปไหวไหมครับดูกันเนี่ยไหวครับขอรับกรรมการตั้งไปครับประจับตาเล็กคนเดียวแต่ซ้ายขวาดูคนเดียวแต่ซ้ายขวาไปซ้ายขวาเล็กคนเดียวเลี้ยวไปซ้ายขวาเป็นไหลทิ้งไปแล้วของว่ากินเด็ดที่เรานี่ลงไปเลยกรรมการต๊อปเป็นกรรมการ 1 2 3 4 5 6 7 8
นี่เลยมวยกำลังต่อยกันอยู่แหมมาเคาะระฆังครับเทรนเนอร์ไปไหนเทรนเนอร์เทลว่าวันนี้ตีฟองบนราวยกหนึ่งมี3 นาทีครับഓറംഗൂട്ടൻ ഷോ കഴിഞ്ഞ് നമ്മൾ അടുത്തായി പോയത് ആനകളുടെ ഷോ കാണാനാണ്. ആനകൾ പല രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാം. ആനകളുടെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് അടുത്ത് പോയത് കടൽപ്പന്നിയുടെ അഭ്യാസം കാണാനാണ്. ഇത് കടൽപ്പന്നിയെ കൊണ്ട് ഒരാൾ വിവിധ തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ പേരെന്നാ സാറാ? ഒരു ചലച്ചിത്രത്തിൻ്റെ ദൃശ്യാവിഷ്കാരം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കലാകാരന്മാർ. നമുക്കിതൊന്ന് കാണാം. ഇത് സഫാരി വേൾഡിൽ നമ്മൾ കണ്ട ഷോകൾക്കെല്ലാം ശേഷം പുറത്തിറങ്ങി അതിനടുത്ത് തന്നെയുള്ളൊരു ഏരിയയാണിത്. ഇവിടെ ഒരു സൂ ആണ്. പക്ഷേ ഈ സൂവിൻ്റെ പ്രത്യേകത നമുക്കൊരു സഫാരി ഫീൽ തരുന്നൊരു സൂ ആണ്. അതായത് നമ്മൾ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്നു, മൃഗങ്ങൾ ഓപ്പണായി നടക്കുന്നു. സാധാരണ സൂവിൽ നമ്മൾ കാണാറുള്ളത് മൃഗങ്ങൾ കൂട്ടിലും നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ. പക്ഷേ ഇതിലങ്ങനെയല്ല. മൃഗങ്ങളെല്ലാം പുറത്ത് ഓപ്പൺ ഏരിയകളിൽ നമ്മൾ വണ്ടിയിലിരിക്കുന്നു. പക്ഷേ ഇവരൊന്നും ഉപദ്രവകാരികളല്ല. അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് വണ്ടിയിലിരുന്ന് കാണാം. ഒരു സഫാരി ഫീൽ ഉണ്ട്. സിംഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിനടുത്തായിട്ടൊരു ഗൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഗാർഡിൻ്റെ വാഹനമുണ്ട്. നമ്മളേതായാലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിന്ന് അകലെ നിന്ന് സിംഹത്തിനെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഒരു സഫാരിയുടെ അതേ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു സൂ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു സഫാരി പാർക്ക് എന്ന് വിളിക്കാം.
ആ കാണുന്നൊരു ടൈഗർ ഫീഡിങ് പ്രോഗ്രാമാണ്. അതായത് നമുക്ക് ആ കേജിൻ്റെ അകത്ത്, വണ്ടിയുടെ അകത്തുള്ള കേജിൻ്റെ അകത്ത് നിന്ന് കടുവകൾക്ക് ഭക്ഷണം കൊടുക്കാം. മെയിനായിട്ട് ഇറച്ചി തന്നെയാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ കടുവകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ ഇറച്ചി കഴിക്കും. അതാണ് സഫാരി ഫീഡിങ് പ്രോഗ്രാം. വിവിധ തരത്തിലുള്ള ധാരാളം മൃഗങ്ങൾ ഈ സഫാരി വേൾഡിലുണ്ട്. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് അവസാനിക്കാറായി ഈ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ വെച്ച് കാണാം. നമ്മൾ പിന്നെ പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. ഇവിടെ ബുദ്ധൻ്റെ സ്വർണ്ണത്തിലുള്ളൊരു പ്രതിമയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കതിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടുനോക്കാം. എല്ലാ ബുദ്ധക്ഷേത്രങ്ങളും പോലെ ഗോൾഡൻ തീമിലുള്ള ഒരു ക്ഷേത്രമാണിതും. ഇതിനകത്ത് ഗോൾഡൻ തീമിലുള്ള ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗവും വളരെ മനോഹരമാണ് കാണാൻ. ഇതോടുകൂടി നമ്മുടെ ഏകദേശം ഒരാഴ്ച നീണ്ടുനിന്ന ടൂർ അവസാനിച്ചു. ഇനി നമ്മൾ തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.